നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരാ എടാ വേറെ ആരുമല്ല, നമ്മുടെ പ്രതീക്ഷയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാണവൻ. ഓ അത് ശരി, അതേതായാലും കലക്കി. അതാ ഞാൻ ഓർത്തെ അവൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടെന്ന്. ഇടാ മാനേജ്മെന്റ് പഠനമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം 1-2 കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അഭിലാഷ്. ഇനിയിപ്പോ അവൻ നമ്മുടെ ടീമിലിരിക്കട്ടെ. ഓ ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത ഒരുപാട് പേരെ ഞാൻ ഇത്രയും കാലം തീറ്റിപ്പോറ്റിയതല്ലേ. കാലം നമുക്കൊരു തിരിച്ചറിവ് തരുമ്പോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്കും വരണമല്ലോ, വേണ്ടേ? വേണം. വളരെ ശരിയാ നീ ഇപ്പൊ പറഞ്ഞത്. നിന്റെ കേസിൽ ആ മാറ്റം വരാനേ 10-40 വർഷം എടുത്തതില് എനിക്ക് അത്ഭുതമുള്ളൂ. പക്ഷേ ഇത്രയും ക്രൂഷ്യലായ ഒരു പോസ്റ്റ് കുടുംബത്തിന് പുറത്തുള്ള ആൾ കൈകാര്യം ചെയ്യുമ്പോ, പ്രത്യേകിച്ച് നിതീഷ് ഇരുന്ന കസേര, അത് വീട്ടിൽ മുറുമുറുപ്പാവില്ലേ ഗിരി? ഇട രക്തബന്ധം അല്ലെങ്കിലും പ്രതീക്ഷ എന്റെ പെങ്ങളാണ്. അവളുടെ ഭർത്താവിനെ സംരക്ഷിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ നിലയ്ക്ക് എനിക്കുണ്ടല്ലോ. അത് നിന്റെ കാഴ്ചപ്പാടല്ലടാ, മറ്റുള്ളവർക്ക് അതൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. എടാ, ഈ മറ്റുള്ളവരെന്ന് നീ ഉദ്ദേശിക്കുന്നത് നിതീഷിനെയും അവന്റെ അമ്മയും തന്നെയല്ലേ? ബാക്കിയുള്ള ഒരാൾക്കും എന്റെ ഈ തീരുമാനത്തിൽ ഒരെതിർപ്പും തോന്നാൻ വഴിയില്ല. രക്തബന്ധമുള്ള ആളുകളെ കൊണ്ട് എനിക്കെന്നും ബുദ്ധിമുട്ടുകളെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് സ്വന്തവും ബന്ധവും ഒന്നും ഞാൻ ഇനി നോക്കുന്നില്ല. നമ്മളെ അർഹിക്കുന്നവർക്ക്, നമ്മുടെ സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. ഇത്രയും നാളും അർഹതയില്ലാത്തവരുടെ മേൽ ഞാൻ വാരിക്കോരി ചൊരിഞ്ഞതൊക്കെ ഓർത്ത് ഞാനിപ്പോ സ്വയം കുറ്റപ്പെടുത്തുക. നന്നായി ഗിരി, ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യങ്ങളെ പറ്റിയൊരു ധാരണ ഉണ്ടായല്ലോ. ആ തിരിച്ചറിവുകളെ ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തിലും ഒരുപാട് സഹായം ചെയ്യും. എന്തായാലും നിതീഷ് നീ കൊടുത്തത് ഇരുട്ടടിയായിപ്പോയി. നന്ദിതയെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ വീണ്ടും MD കസേരയിൽ കയറി പറ്റാനുള്ള ശ്രമത്തിലായിരുന്നു അവൻ. അതേതായാലും നീ പൊളിച്ചടക്കി. ഈ വെട്ടിനിരത്തിൽ പ്രക്രിയ നീ പണ്ടേ തുടങ്ങേണ്ടതായിരുന്നു. എങ്കിൽ ഈ ഓഫീസും നിന്റെ വീടും നിന്റെയും സുമിയുടെയും ജീവിതവും എല്ലാം ഒരുപാട് നന്നായനെ. ആ പോട്ടെ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ. വീട്ടിൽ ഈ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എടാ ഞാനിപ്പോഴും കണ്ണടച്ചിരുട്ടാക്കിയേനെ, ഒന്നും അറിയാതെ ജീവിച്ചേനെ. ഇനിയിപ്പോ നമുക്കെന്നാ ഇറങ്ങിയാലോ? എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ശരി, അങ്ങനെ ആവട്ടെ. ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യത്തില് ഒരു ഉപേക്ഷയും വിചാരിക്കരുത് കേട്ടോ. ഇല്ല അച്ഛാ, ഞാൻ ശ്രദ്ധിച്ചോളാട്ടോ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ഇടക്കൊക്കെ എല്ലാരും ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം. നന്ദുവിന് അതൊരു സന്തോഷായിരിക്കും. ആയിക്കോട്ടെ. ശരി, പോട്ടെ മോളെ. നിതീഷ് മോനെ, പോയിട്ട് വരാം. ശരി ശരി. ഹലോ, ഒരു പ്രശ്നമുണ്ട്. ഇവിടെ സാറിന്റെ പോസ്റ്റിലേക്ക് പുതിയൊരു അപ്പോയിന്റ് വന്നിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.